പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമായ ഒരു ദിവസത്തിൽ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വക്താവായി നിൽപ്പാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദേശത്തിൻ്റെ ആത്മീക നവോത്ഥാനത്തിനും ഇവിടെയുള്ള ദൈവസഭകളുടെ ആത്മീക ഉണർവിനുമായി ഏറെ ചിട്ടയോട് അതിലുപരി പ്രാർത്ഥനയോടെ നടത്തപ്പെടുന്ന റാന്നി കൺവെൻഷൻ്റെ മൂന്നാമത്തെ രാത്രിയിൽ ദൈവവചനം ഉയർത്തുവാൻ ലഭിച്ച അവസരത്തെ വലിയൊരു ആത്മനിയോഗമായിട്ട് ഞാൻ കരുതുന്നു. യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ, അപ്പോൾ തന്നെ ക്രിസ്തുവിൽ ഹൃദയം കൊണ്ട് ഒത്തിരി സ്നേഹിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരുടെ ഒരു നീണ്ട നിര ഇവിടെയുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകിച്ചും എനിക്ക് പിന്നിലായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന നമ്മുടെ സഭയിൽ ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന നൂഡ്യ ദൈവസഭയുടെ ജനറൽ ട്രഷറായിരിക്കുന്ന പാസ്റ്റർ നൂറുദ്ദീൻ മുള്ളയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേൾക്കുവാനുള്ള കൊതിയോടുകൂടാണ് ഞാനും ആയിരിക്കുന്നത്. വളരെ ദൂരം അദ്ദേഹം യാത്ര ചെയ്ത് ഇവിടെ കടന്നു വന്നിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഇടയിൽ നിന്ന് ലോകവ്യാപകമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ഒത്തിരി ഇൻ്റർനാഷണൽ വേദികളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവവചനം വളരെ അടുക്കോടെ ചിട്ടയോടുകൂടെ ആ കേൾവിക്കാർക്ക് മനസ്സിലാകുന്ന നിലയിൽ പകർന്നു നൽകുന്ന, അതിലെല്ലാം ഒരു വലിയൊരു സാക്ഷ്യത്തിൻ്റെ ഉടമയായ അനുഗ്രഹീതനായ ഒരു കർത്തൃദാസനാണ് താൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൽ നിന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ഏറ്റവും പ്രയോജനപ്രദമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സമയത്തെ ഒത്തിരി ദീർഘിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും എനിക്ക് ലഭിച്ച ഒരവസരമായതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച ഒരു സന്ദേശത്തിലേക്ക് വരുമ്പോൾ ആധാരമായിട്ട് നമ്മൾ വായിക്കുന്ന വാക്യം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനമാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ തിരുവചനം. അവൻ അവനോട്, നന്ന് നല്ല ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായതുകൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. അവൻ അവനോട്, നന്ന് ദാസനെ, നീ അത്യല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് 10 പട്ടണത്തിന് അധികാരമുള്ളവനായിരിക്ക എന്ന് കൽപ്പിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തിരുവായ്മൊഴികളാണ് നമ്മൾ വായിച്ചത്. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ചെറുതും വലുതുമായ 150ഓളം സംഭവങ്ങളാണ് 4 സുവിശേഷ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു പറഞ്ഞ 43 ഉപമകളും യേശു ചെയ്ത 40ഓളം അത്ഭുതങ്ങളും ഉൾപ്പെടെ 150ഓളം സംഭവങ്ങൾ 4 സുവിശേഷകന്മാരിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുക. അതിനകത്ത് തന്നെ യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പഠിപ്പീരായിരുന്നു ദൈവരാജ്യം എന്ന വിഷയം. ദൈവരാജ്യം എന്ന വിഷയത്തെ പഠിപ്പിക്കുമ്പോൾ സാധാരണക്കാരായ തൻ്റെ കേൾവിക്കാർക്ക് മനസ്സിലാകത്തക്ക നിലയിൽ ദൈവരാജ്യം സംബന്ധിച്ച് 13ഓളം ഉപമകൾ നമ്മുടെ കർത്താവ് ഓർപ്പിച്ചു. 13 ഉപമകൾ ദൈവരാജ്യം സംബന്ധിച്ച്. അതിനകത്ത് 5 എണ്ണം കൃഷിയുമായി ബന്ധപ്പെട്ടതായിരുന്നു, 4 എണ്ണം പണവുമായി ബന്ധപ്പെട്ടതായിരുന്നു, 2 എണ്ണം വിരുന്നുമായി ബന്ധപ്പെട്ടതായിരുന്നു, 1 എണ്ണം മീൻപിടുത്തവുമായി ബന്ധപ്പെട്ടതായിരുന്നു, മറ്റൊരെണ്ണം ഭക്ഷണം പാകം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പം ഈ 13 ഉപമകൾ പറഞ്ഞപ്പോൾ ദൈവരാജ്യം എന്താണെന്ന് ആളുകൾക്കൊക്കെ ഏകദേശം പിടികിട്ടി. അങ്ങനെ ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായ ആളുകളോട് അടുത്തതായിട്ട് യേശു പറയുന്ന ഒരു കാര്യമാണ്, ദൈവരാജ്യത്തിൻ്റെ ലോകത്ത് ഒരാൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ അവർ പ്രതികരിക്കുന്നവരായിരിക്കണം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ദൈവരാജ്യം എന്താണെന്ന് മനസ്സിലായവരോട് കർത്താവ് പറയുക, ദൈവരാജ്യത്തിൻ്റെ ലോകത്ത് ഒരാൾ ഉപയോഗിക്കപ്പെടണമെങ്കിൽ അവരെന്ത് ചെയ്യുന്നവരായിരിക്കണം? പ്രതികരിക്കുന്നവരായിരിക്കണം. ബൈബിളിൻ്റെ ചരിത്രം അതാ. ആരൊക്കെ ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിച്ചിട്ടുണ്ടോ അവരൊക്കെ അസാധാരണ മനുഷ്യരായി മാറിയിട്ടുണ്ട്. അവരെയൊക്കെ അസാധാരണമായ തലത്തിൽ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ ഇവിടെ കളിത്തൊട്ടിലെന്ന് വിശേഷിപ്പിക്കുന്ന മെസൊപ്പൊത്താമിയുടെ കിഴക്ക് വടക്ക് കൽദയുടെ പട്ടണമായ ഊരിൽ വെച്ച് ഒരു
പരിചയമില്ലാത്തൊരു ദൈവം അത് വിളിച്ചപ്പോൾ ആ ദൈവത്തോട് പ്രതികരിച്ച മനുഷ്യനാ ചരിത്രത്തെ തിരുത്തിയ മനുഷ്യനായി മാറിയത്. റാന്നി കൺവെൻഷന്റെ ഈ രാത്രിയിൽ എനിക്കും നിങ്ങളെ ഓർപ്പിക്കുവാനുള്ളത്, ആരൊക്കെ വചനത്തോട് പ്രതികരിക്കുമോ അവരൊക്കെ അമാനുഷികരായ മനുഷ്യരായി, അവരെയൊക്കെ അസാധാരണ മനുഷ്യരായി ആത്മമണ്ഡലത്തിൽ ഉപയോഗിക്കാൻ ജീസസ്. ദൈവരാജ്യത്തിൽ പ്രതികരണം ആവശ്യമാണ്. പലപ്പോഴും ദൈവരാജ്യത്തിലേക്ക് എത്താനും ദൈവരാജ്യത്തിൽ മനഃപൂർവ്വമായി പ്രതികരിക്കുവാനും ഒക്കെ നമുക്ക് തടസ്സം നിൽക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുകൂടെ ലൂക്കോസ് 19 യേശു പരിചയപ്പെടുത്തുന്നുണ്ട്. അത് ഭൗതിക സമ്പത്തിൻ്റെ ലോകമാണ്. ഭൗതിക സമ്പത്തിൻ്റെ ലോകത്തെ ഭ്രമിപ്പിക്കുന്ന കാഴ്ചകൾ പലപ്പോഴും ദൈവത്തിന് സ്തോത്രം ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തോട് പ്രതികരിക്കുന്നതിന് ഒരു തടസ്സമായി മാറാറുണ്ട്. എന്നാൽ ദൈവരാജ്യത്തോട് മനഃപൂർവ്വമായി ഒരാൾ പ്രതികരിക്കാൻ തയ്യാറായാൽ അവരിലൂടെ വെളിപ്പെടുന്നതും മഹത്വകരമായ അനുഭവങ്ങളാണ് എന്നതാണ് ആ അധ്യായത്തിൻ്റെ തന്നെ പ്രതികരണം. ദൈവരാജ്യത്തോട് പ്രതികരിക്കുന്ന ഒരാൾ ദൈവവചനത്തോട് വളരെ വിശ്വസ്തരായിരിക്കും. ദൈവവചനത്തോട് എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണമെന്ന് എബ്രായ സഭയെ പഠിപ്പിക്കുമ്പോൾ 5 കാര്യങ്ങൾ അപ്പോസ്തലൻ അവരെ പ്രബോധിപ്പിക്കുന്നുണ്ട്. എബ്രായ ലേഖനത്തിൽ ഒന്നാമത്തെ പ്രബോധനം 2-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാം വാക്യമാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം, നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങളിൽ നിന്ന് എന്ത് ചെയ്തു പോകരുത്, ഒഴുകിപ്പോകരുത്. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട്, വചനം നമ്മളിൽ നിന്ന് എന്ത് ചെയ്യരുത്, ഒഴുകിപ്പോകരുത്. 2-ാമത്തെ കാര്യം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വചനത്തെ നിങ്ങൾ ഒരിക്കലും അവിശ്വസിക്കരുത്. ദൈവത്തിൻ്റെ വചനത്തെ എന്ത് ചെയ്യരുത്, അവിശ്വസിക്കരുത്. 3-ാമത്തെ കാര്യം 5-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വചനം കേൾപ്പാൻ നിങ്ങൾ മാന്യതയുള്ളവരാകരുത്. 4-ാമത്തെ കാര്യം 10-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വചനത്തെ മനഃപൂർവ്വമായിട്ട് എന്ത് ചെയ്യരുത്, നിരാകരിക്കരുത്. ആര് പ്രസംഗിച്ചാലും ഒരു ദൈവദാസന്റെ വായിൽ നിന്ന് വരുന്നത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, മനഃപൂർവ്വമായിട്ട് നിരാകരിക്കരുത്. 5-ാമത്തെ കാര്യം 10-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, അത് വചനത്തെ നിരാകരിക്കരുത് എന്നതുപോലെ തന്നെ പ്രാധാന്യമുള്ള കാര്യമാണ്, അരുളി ചെയ്തവനെ നിങ്ങൾ നിരസിക്കരുത്. അപ്പം ഈ 5 കാര്യം നിങ്ങൾ ചെയ്യരുത്. എന്തൊക്കെ ചെയ്യരുത്? 1, വചനം നിങ്ങളിൽ നിന്ന് ഒഴുകിപ്പോകരുത്. 2, വചനത്തെ നിങ്ങൾ അവിശ്വസിക്കരുത്. 3, വചനത്തോട് നിങ്ങൾ കേൾപ്പാൻ മാന്യതയുള്ളവരാകരുത്. 4, വചനത്തെ മനഃപൂർവ്വമായി നിരാകരിക്കരുത്. 5, വചനം അരുളി ചെയ്തവനെ എന്ത് ചെയ്യരുത്, നിരാകരിക്കരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വചനത്തോട് പ്രതികരിക്കണം. എന്താണ് വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം? വചനത്തോടും നമ്മുടെ പ്രതികരണമാണ് നമ്മുടെ വിശ്വാസം. വിശ്വാസത്തോട് ആരൊക്കെ വചനത്തോട് പ്രതികരിക്കുവാൻ തയ്യാറാകുമോ അവരിലൊക്കെ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കുക തന്നെ ചെയ്യും. എങ്ങനെ വ്യാപരിക്കും? തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലൻ പറയുക, ഞങ്ങൾ പ്രസംഗിച്ച വചനം, നിങ്ങൾ കേട്ട വചനം നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ വചനം നിങ്ങളിൽ വ്യാപരിക്കും. എങ്ങനെ വ്യാപരിക്കും? എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയുക, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പം ദൈവത്തിൻ്റെ വചനത്തോട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായാൽ ഇതെങ്ങനെ വ്യാപരിക്കുമെന്നറിയാവോ? ഏത് അവസ്ഥയ്ക്കകത്ത് നിങ്ങൾ ഇരുന്നാലും ആ അവസ്ഥയ്ക്കകത്തു നിന്ന് വചനം നിങ്ങളെ പുറത്തു കൊണ്ടുവരും. സ്തോത്രം, 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 സ്തോത്രം. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ചു പറയുക, ദൈവരാജ്യത്തിൽ പ്രതികരണത്തിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. ആരൊക്കെ ദൈവവചനത്തോട് പ്രതികരിക്കുവോ അവരുടെ എല്ലാം അവസ്ഥകൾ എന്ത് ചെയ്യും, മാറും. ദൈവത്തിൻ്റെ ശബ്ദത്തോട് പ്രതികരിച്ചിട്ടുള്ളവരുടെ എല്ലാം അവസ്ഥകൾ മാറിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്ന ദൈവത്തിൻ്റെ വചനത്തോട് മനഃപൂർവ്വമായി ആരൊക്കെ പ്രതികരിക്കാൻ തയ്യാറാകുന്നു അവരോട് ഞാൻ പറയുക, നിങ്ങളുടെ അവസ്ഥകളെ മാറ്റാൻ കരുത്തുള്ളതാ ദൈവത്തിൻ്റെ വചനം.
പ്രതികരിച്ചാൽ അവസ്ഥ മാറും. ആരൊക്കെ പ്രതികരിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം അവസ്ഥ മാറിയിട്ടുണ്ട്. പിറവിയിലെ കുരുടനായ മനുഷ്യൻ പ്രതികരിച്ചു, അവസ്ഥ മാറി. പക്ഷപാതക്കാരൻ പ്രതികരിച്ചു, അവസ്ഥ മാറി. ഇരുന്നു പോയ മനുഷ്യർ ആരൊക്കെ ജീവിതത്തിൽ ഇരുന്നു പോകാൻ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണമുണ്ടാകാം. ഒരു രോഗം മനുഷ്യനെ ഇരുത്തിക്കളയും. അപ്രത്യക്ഷിതമായി കയറി വരുന്ന ഒരു മരണം മനുഷ്യനെ ഇരുത്തിക്കളയും. കണക്കുകൂട്ടൽ തെറ്റിക്കുന്ന ഒരു രോഗം മനുഷ്യനെ ഇരുത്തിക്കളയും. അപകടാവസ്ഥ മനുഷ്യനെ ഇരുത്തിക്കളയും. നിങ്ങൾ ഏതൊക്കെ വിധത്തിൽ ഇരുന്നു പോയവരാണെങ്കിലും ഇന്ന് രാത്രി ഇവിടെ തുടർന്ന് മുഴങ്ങുന്ന വചനത്തോട് നിങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായാൽ മരണം മനുഷ്യനെ ഇരുത്തുമെന്നതിൻ്റെ തെളിവാ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യം. മോശയുടെ മരണം യോശുവയെ ഇരുത്തിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെയാ യോശുവയോട് ദൈവം പറയാ, നീ പുറപ്പെടുക എന്നേ മലയാളത്തിലുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്നത് എറൈസ് ആൻഡ് ഗോ, എഴുന്നേറ്റ് പുറപ്പെടുക, അല്ലേ? അപ്പം മരണം ഇരുത്തിക്കളയും. ഉൽപ്പത്തി 35 ഇരുന്നു പോയ മറ്റൊരു മനുഷ്യനെ കാണാൻ പറ്റും. പേരെന്താണെന്നറിയാവോ? യാക്കോബ. എല്ലാ അർത്ഥത്തിലും ഇരുന്നു പോയ ഒരവസരവാദ്. അദ്ദേഹത്തിന്റെ ഇരുന്നു പോയ സാഹചര്യങ്ങളെ പഠിക്കണമെങ്കിൽ 28 മുതൽ തുടങ്ങണം. നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ അതൊക്കെ. ഒരു ദിവസം അമ്മയ്ക്കുണ്ടായ ഒരു ആവേശം, അല്ലേ? അമ്മയ്ക്കുണ്ടായ ഒരാവേശം. 28:10 അമ്മ ഈ അമ്മമാരോടും അപ്പന്മാരോടും ഞാൻ പറയാം, വളരെ സ്നേഹത്തോട് പറയാ, മക്കളെ എല്ലാം ഒരുപോലെ സ്നേഹിക്കാവുള്ളൂ. ആരോടും ഇച്ചിരി സ്നേഹം കൂടുതലും കാണിക്കരുത്. അപ്പം ഈ അമ്മയുടെ ഒരു പ്രശ്നം, ഒരുത്തനോട് ഇച്ചിരി സ്നേഹം കൂടുതലായിപ്പോയി. ആ സ്നേഹം നിമിത്തം അവൻ അനുഭവിച്ചതെന്ന് പറയുന്നത് എന്തോ പ്രശ്നം. നമ്മൾ ഈ മനോരമ പത്രത്തിലെ സൺഡേ സപ്ലിമെൻ്റ് വായിക്കുന്ന ഒരു കാര്യമുണ്ട്, തൻ്റേതല്ലാത്ത കാരണത്താൽ, അല്ലെ? ഡിവോഴ്സിൻ്റെ കാര്യം പറയുന്നതാണ്. എന്ന് പറഞ്ഞ പോലെ തൻ്റേതല്ലാത്ത കാരണത്താൽ ഇരുന്നു പോയ ഒരു മനുഷ്യനായി യഥാർത്ഥത്തിൽ ആര്? യാക്കോബ്. ദൈവത്തിന് സ്തോത്രം. തൻ്റേതല്ലാത്ത കാരണത്താൽ അമ്മയുടെ ഒരാഗ്രഹം, അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി അവൻ കൂട്ടുനിന്നതുകൊണ്ട് അപ്പൻ്റെ വീട് അവന് നഷ്ടപ്പെട്ടു. അന്നേരം അമ്മ പറഞ്ഞു, നീ പേടിക്കുമൊന്നും വേണ്ടടാ, എൻ്റെ ആങ്ങള അല്ലെങ്കിൽ ഞാൻ ജനിച്ചു വളർന്ന വീട് അതവിടെ കിടപ്പുണ്ട്, നീ അങ്ങോട്ട് പോക്കൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യാക്കോബ് അമ്മ വീട്ടിലോട്ട് പോവുക. ഈ അമ്മ വീടെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരു വലിയ, അല്ലേ? അമ്മ വീടിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്കൊരു 20 വയസ്സ് കൂടെ കുറയും, ഇല്ലേ? കുറയും. അന്നേരം അമ്മ വീട്ടിൽ, എൻ്റെ അമ്മ വീട് ഇവിടെ ചെട്ടുമുക്കില. അമ്മ വീടെന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വലിയൊരു അപൂർവമായ ഒരു അനുഭവം, അല്ലേ? അപ്പോൾ അമ്മ വീട്ടിൽ ചെന്നു. അമ്മാച്ചന് ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ അമ്മാച്ചൻ്റെ മരുമോനായിട്ട് മാറി. എല്ലാം കഴിഞ്ഞ് ഉൽപ്പത്തി 31:55 വരുമ്പോഴത്തേന് അമ്മാച്ചൻ എന്ത് ചെയ്തെന്നറിയോ? ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തെ ചുംബിച്ചു വിട്ടു. ദൈവത്തിൻ്റെ സ്തോത്രം. അമ്മാച്ചൻ ചുംബിച്ചു വിട്ടു. അപ്പം ഇപ്പം അപ്പൻ്റെ വീടും പോയി, ഹലോ ഇങ്ങോട്ട് അപ്പൻ്റെ വീടും പോയി, അമ്മയുടെ വീടും പോയി. അന്നേരം അദ്ദേഹം ഓർത്തെന്നാൽ പിന്നെ ഇനിയും വാടക വീട്ടിലൊന്നും പോകുന്നില്ല, ഒരു ബന്ധുക്കളുമായിട്ട് ഒരു ബന്ധവും വേണ്ട, ഒരു കാര്യം ചെയ്തേക്കാം, സ്വന്തമായിട്ടൊരെണ്ണം മേടിച്ചേക്കാം. അങ്ങനെ സ്വന്തമായിട്ടൊരെണ്ണം മേടിക്കുന്നുണ്ട്. ഒന്ന് വായിച്ചു നോക്കിക്കോ. ഉൽപ്പത്തി 33:18. ഉൽപ്പത്തി 33:18 സ്വന്തമായിട്ട് പുള്ളി മേടിക്കുക, അതും നല്ല വില കൊടുത്ത് മേടിക്കുക. ഒന്ന് വായിച്ചു നോക്കിക്കുക, അങ്ങനെയാണോ എന്ന്. ഉൽപ്പത്തി 33:18. യാക്കോബ് പദ്ദൻഅരാമിൽ വന്ന ശേഷം കനാൻ ദേശത്തിലെ ശേഖേം പട്ടണത്തിൽ സമാധാനത്തോടെ എത്തി. പട്ടണത്തിനരികെ പാളയമടിച്ചു. താൻ കൂടാരം അടിച്ച നിലം ശേഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ പുത്രന്മാരോട് 100 വെള്ളിക്കാശിന് വാങ്ങി. അപ്പൊ നോക്കിക്കേ, അപ്പന്റെ വീട് പോയി, അമ്മയുടെ വീട് പോയി. പുള്ളി പറഞ്ഞു, വേണ്ട, ഞാൻ എൻ്റേതായിട്ട് എന്ത് ചെയ്യുക, മേടിക്കുക. കരമൊക്കെ അടച്ചു. അങ്ങനെ പെരക്കരമൊക്കെ അടച്ച് ദൈവാസന്മാരെ വിളിച്ചു വരുത്തി പെരവാസ്തുവിനെല്ലാം നടത്തി സന്തോഷത്തോടിരിക്കുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് കൊച്ചു കോളേജിൽ നിന്ന് ടൂർ പോകുന്നത്. ഞാൻ മക്കളോട് പറയാ, എൻ്റെ പൊന്നു മക്കളെ, ആവശ്യമില്ലാത്ത ടൂർ പോകരുത്. അഥവാ ടൂർ പോവുകയാണെങ്കിലും നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ എന്ത് ചെയ്യാവുള്ളൂ. എനിക്ക് എൻ്റെ വീട്ടിൽ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇത് പറയുന്നത്.
ടൂറ് പോക്ക് അവസാനിച്ചത് കൊലപാതകത്തിലാച്ചാ. ടൂറ് പോക്ക് കൊലപാതകത്തിൽ അവസാനിച്ചെന്നല്ല, വെല്ല നാട്ടിൽ ചെന്ന് വെല്ലോറേൻ 2 പിള്ളേരെ തട്ടിയേച്ച് വരത്തിനവിടെ നിൽക്കാൻ പറ്റുമോ? പുള്ളിക്കാരൻ ആകെപ്പാടെ സ്തംഭിച്ചിരുന്നു പോയി. അങ്ങനെ ഇരുന്നു പോയ ദിവസത്തിൽ ഉൽപ്പത്തി 35:1 ദൈവം അവനെ വിളിക്കുക. എടാ, നിന്റെ അപ്പൻ്റെ വീട് പോയല്ലേ, നിന്റെ അമ്മയുടെ വീട് പോയല്ലേ, നീ സ്വന്തമായിട്ട് മേടിച്ചതും പോയല്ലേ, സാരയില്ലടാ. ഇന്നേക്ക് 20 വർഷം മുമ്പ് നിന്റെ അപ്പൻ്റെ വീട്ടിൽ നിന്ന് നീ ഏകനായിട്ട് ഇറങ്ങി വരുമ്പോ ഞാൻ നിന്നോട് ഇടപെട്ട ഒരു സ്ഥലമുണ്ട്, ബേഥേൽ എന്ന അതിൻ്റെ പേര്. അവിടെ തുറന്നു കിടക്കുന്ന ഒരു വീടുണ്ട്. അത് ആരുടെ വീടാണെന്നറിയാവോ? അത് ദൈവത്തിൻ്റെ വീടാ. ഇന്ന് രാത്രി ആ വീട്ടിലോട്ട് നീ കയറി വന്നാൽ ഇരുന്നു പോയ നിന്റെ ജീവിതത്തിന്റെ ഏത് ചരിത്രത്തെ മാറ്റിയിട്ട് നിന്റെ ജീവിതത്തിനൊരു ഉയർച്ച സമ്മാനിക്കാൻ, ഒരു മാന്യത സമ്മാനിക്കാൻ മനസ്സിലായവര് മാത്രം ആ കര ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയം ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കും. ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. വചനത്തോട് ഒരുവൻ പ്രതികരിക്കാൻ തയ്യാറായാൽ എത്ര ബന്ധിക്കപ്പെട്ടവനാണെങ്കിലും നിന്റെ അവസ്ഥ മാറ്റാൻ ദൈവവചനത്തിന് കരുത്തുണ്ട്. ഏതെങ്കിലുമൊക്കെ കാരണങ്ങളാൽ, നിങ്ങളുടേതാകട്ടെ നിങ്ങളുടേതല്ലാതാകട്ടെ, ഏതെങ്കിലുമൊക്കെ കാരണത്താൽ ഇരുന്നു പോയ ചില മനുഷ്യരെ ഇന്ന് രാത്രികാലം ഇവിടെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം അവരുടെ ബന്ധനമഴിച്ച് അവരെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയായത്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഒരല്പസമയങ്ങൾ കരങ്ങളെ തട്ടി, ശബ്ദം ഉയർത്തി കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. എനിക്ക് നന്നായിട്ട് മനസ്സിലാകുന്നു, സ്റ്റക്കായി നിൽക്കുന്ന ചില മനുഷ്യർ സ്തോത്രം. 4 പ്രതികരണങ്ങൾ. ഒന്നാമത്തെ പ്രതികരണം ലൂക്കോസ് 19-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങളിലാണ്. അപ്പം അതെന്താണെന്നറിയാവോ? ഇതാ റെസ്പോൺസ് ഓഫ് ദ റിജക്റ്റിംഗ് ഹാർട്ട്. ദൈവത്തിന് സ്തോത്രം. തിരസ്കരിക്കുന്നവൻ്റെ പ്രതികരണം. ലൂക്കോസ് 19-നെ വ്യത്യസ്തമാക്കുന്നത് 4 പ്രതികരണങ്ങളാണ്. അതിലൊന്നാമത്തെ പ്രതികരണമാണ് തിരസ്കരിക്കുന്നവൻ്റെ പ്രതികരണം. യെരൂശലേം അങ്ങനെ പ്രതികരിച്ചത്, പരീശന്മാർ അങ്ങനെ പ്രതികരിച്ചത്, റിലീജിയസ് ലീഡേഴ്സ് അഥവാ മത നേതാക്കന്മാർ അങ്ങനെ പ്രതികരിച്ചത്. 19-ന്റെ 39-ാമത്തെ വാക്യത്തിൽ പരീശന്മാർ യേശുവിനോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിന്റെ ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു, നിന്റെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഭയങ്കര ഒച്ച വെക്കുന്നു. ഇത്ര ഒച്ച വേണ്ട. അപ്പം അവരുടെ പ്രതികരണമാണ് ആരാധന വേണ്ട, ഒച്ച വേണ്ട, ശബ്ദം വേണ്ട. അപ്പം തിരസ്കരണത്തിന്റെ പ്രതികരണത്തിനകത്ത് ശബ്ദത്തിനൊക്കെ എന്തുണ്ട്? ഉറക്കപ്പറ, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്നാൽ ഇന്ന് രാത്രി അംഗീകാരത്തിന്റെ പ്രതികരണമാ ഇവിടുത്തെ ആരാധന എന്നതുകൊണ്ട് ഉള്ള സ്വരത്തിൽ ആ 2 കര ഉയർത്തിപ്പിടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ മാത്രം. ഇനി രണ്ടാമത്തെ ഒരു പ്രതികരണമുണ്ട്. സീക്കിംഗ് ഹാർട്ട്, അന്വേഷിക്കുന്ന ഹൃദയത്തിന്റെ പ്രതികരണം. അത് സക്കായിയുടെ പ്രതികരണം. നമുക്കറിയാം അതിനെക്കുറിച്ച്. മഹാനായ ഹെരോദാവിൻ്റെ മകൻ അർക്കലോസും ഓടി പിടിപ്പിച്ച എരികോ കടന്ന് 48 കിലോമീറ്ററുകൾ സഞ്ചരിച്ച് യേശു യെരൂശലേമിൻ്റെ അതിർത്തികളിലേക്ക് എത്തുക. യേശുവിൻ്റെ 3ാമത്തെയും അവസാനത്തെയും യാത്രയാണ് യെരൂശലേമിലേക്കുള്ള യാത്ര. ഈ യാത്ര ആയിരങ്ങളെ സ്വാധീനിക്കുന്നതിനൊരു കാരണമുണ്ട്. ഈ സ്ഥലത്ത് നിന്ന് കൃത്യം 15 മൈൽ അപ്പുറത്ത് ബഥാനിയ എന്ന കൊച്ചു ഗ്രാമത്തിൽ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നു. എന്താ നടന്ന സംഭവം? കല്ലറയ്ക്കകത്തിരുന്ന ഒരു മനുഷ്യൻ എഴുന്നേറ്റു. അതുകൊണ്ട് തന്നെ 15 മൈൽ ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ തടിച്ചുകൂടിയിരിക്കുക യേശു എങ്ങനെയുള്ളവനാണെന്നൊന്ന് കാണാനായിട്ട്. ആ കൂട്ടത്തിൻ്റെ നടുവിൽ ഒരുത്തൻ മുന്നിലോടുക.
ഞാൻ ചോദിച്ചു, എന്താടാ കൂട്ടത്തിലോടാത്തതിൻ്റെ കാരണം? അന്നേരം അദ്ദേഹം പറഞ്ഞു, ആരും എന്നെ കൂട്ടത്തില്ല, എല്ലാവരുടെയും മുമ്പിൽ ഞാൻ എക്സ്കമ്മ്യൂണിക്കേറ്റഡാ, അതുകൊണ്ട് മുന്നിലോടുക. ആ ഓട്ടം അവസാനിച്ചു. എവിടെ അവസാനിച്ചതെന്നറിയാമോ? ഒരു മരത്തേൽ സ്റ്റക്കായി നിൽക്കുക. മരത്തെ സ്റ്റക്കായി നിൽക്കുന്നവനെ കർത്താവ് വിളിക്കുക, പേര് വിളിക്കുക. ആയിരങ്ങളുടെ നടുവിൽ അവൻ്റെ അതായി കർത്താവിൻ്റെ പ്രത്യേകത. ഒരുത്തൻ സ്റ്റക്കായി നിൽക്കുക എന്ന് കണ്ടു കഴിഞ്ഞാൽ 99 വിട്ടേച്ച് സ്റ്റക്കായി നിൽക്കുന്നവന്റെ പുറകെ പോകുന്ന. എനിക്ക് റാദി കൺവെൻഷനിൽ ഇത്രേ പറയാനുള്ളൂ. എവിടെയെങ്കിലും നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണോ? ഏതെങ്കിലും പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണോ? ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ കർത്താവ് മറക്കും. ഇവിടെ ഇരിക്കുന്ന മറ്റു മനുഷ്യരെ എല്ലാം കർത്താവ് മറക്കും. നിങ്ങളെ മാത്രം, നിങ്ങളുടെ അടുക്കലോട്ട് മാത്രം കർത്താവ്, എന്തിനാടാ ഇറങ്ങി വാടാ. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി എൻ്റെ ചരിത്രം മാറുന്ന രാത്രിയാണെന്ന് വിശ്വസിക്കുന്നവർ എനിക്കറിയാം. ആ പരിശുദ്ധാത്മാവനോട് ശക്തമായിട്ട് പറഞ്ഞത് ഞാൻ ചുമ്മാതെ കമ്പിവാചകം പോലെ പറയുക. ഏതൊക്കെയോ മരത്തിൽ, ഏതൊക്കെയോ ശാപത്തിൽ സ്റ്റക്കായി നിൽക്കുന്ന നിന്നെ ഇന്ന് രാത്രികാലം തൊട്ട് വിടുവിക്കാൻ, സൗഖ്യമാക്കാൻ എൻ്റെ യേശു ഇവിടെ വന്നിരിക്കുക. 2 കരം ഉയർത്തിപ്പിടിച്ച് ഒന്ന് ഉറക്കെ വിളിക്കാമോ? യേശുവേ. അവൻ സ്റ്റക്കായി നിൽക്കുക. എന്തിൻ്റെ മേലൊക്കെ സ്റ്റക്കായി നിൽക്കുക? ഒന്ന്, സ്റ്റക്കിൻ്റെ ട്രീ, ഒരു ശാപമരത്തിൽ അവൻ ബന്ധിക്കപ്പെട്ടിരിക്കുക. മരത്തെ കയറിയിട്ടുള്ളവനല്ല, ശപിക്കപ്പെട്ടവനാ. ദൈവത്തിന് സ്തോത്രം. അതെ, അഹിത്തഫോൽ മരത്തേൽ അവസാനിച്ചത്, അബ്ശാലോം മരത്തേൽ അവസാനിച്ചത്, യൂദ മരത്തേൽ അവസാനിച്ചത്. സക്കായിയും വിചാരിക്കുക എൻ്റെ ജീവിതം മരത്തേൽ അവസാനിക്കും. ഇല്ലട സക്കായി, ഒരുത്തം മരത്തെ കയറി നിന്റെ ശാപത്തെ ഏറ്റെടുത്തു. അതുകൊണ്ട് ഇനി നീ മരത്തേൽ അവസാനിക്കേണ്ട. ബന്ധിക്കപ്പെട്ട മരത്തേന്ന്, ശാപത്തിന്റെ മരത്തേന്ന് വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കൂ. എനിക്ക് നല്ല ആത്മനിയോഗമുണ്ട്. ഇന്ന് രാത്രി ഏതോ മരത്തേലൊക്കെ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന, അത് ജനറേഷണൽ കേസസ് ആകട്ടെ, അത് ജോഗ്രഫിക്കൽ കേസസ് ആകട്ടെ, അത് ട്രോമ ബേസ്ഡ് കേസസ് ആകട്ടെ, അത് പാപം സംബന്ധിച്ചുള്ള മരണമാകട്ടെ, ഇന്ന് രാത്രി സ്റ്റക്കായി നിൽക്കുന്ന നിന്റെ മരത്തേന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ അവനൊരു മരത്തെ സ്റ്റക്കായിരുന്നു. സ്റ്റക്ക് ഓൺ എ സിസ്റ്റം, ഒരു സംവിധാനത്തിനകത്ത് അവൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. സ്റ്റക്ക് ഓൺ എ ട്രാജഡി, സ്റ്റക്ക് ഓൺ എ സ്റ്റോറി, ഒരു ദുരന്ത കഥയ്ക്കകത്ത് അവൻ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. പക്ഷെ പ്രതികരിച്ചവനോട് ദൈവം പറയുക, ഞാൻ നിന്നെ ശാപമരത്തെ നിറക്കും, ഞാൻ നിന്നെ സംവിധാനത്തിനകത്തു നിറക്കും, ഞാൻ നിന്റെ ദുരന്തത്തിന്റെ കഥ മാറ്റും, നിന്റെ കഥ പുതിയതൊന്നാക്കി. ഇന്ന് രാത്രി നിന്റെ ഹിസ്റ്ററി റീറൈറ്റ് ചെയ്യാൻ, നിന്റെ ചരിത്രത്തെ മാറ്റാൻ നിന്റെ വീട്ടിലോട്ട് അവൻ വരിക. ആരൊക്കെ യേശുവേ ഉറക്കെ വിളിക്കാൻ തയ്യാറാ? സന്ദർശനം, സംപ്ലസ് ദർശനം. ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ. ഏതൊക്കെയോ സംവിധാനത്തിനകത്ത്, ഏതൊക്കെയോ ദുരന്ത കഥയ്ക്കകത്ത്, ഏതൊക്കെയോ ശാപമരത്തിനകത്ത് സ്റ്റക്കായി നിൽക്കുന്ന നിന്നെ റാന്നി കൺവെൻഷന്റെ 3ാമത്തെ രാത്രി സ്വർഗ്ഗം ശ്രദ്ധിച്ചു നോക്കുന്ന രാത്രിയാ. ഏത് കല്ലറയ്ക്കകത്ത് നീ ഇരുന്നാലും യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിന്റെ മേൽ വ്യാപരിക്കുക. ലൂക്കോസ് 19:4 പ്രതികരണം പറയാനാ ഞാൻ വന്നത്. 2 സമയം തീർന്നു. സ്റ്റേജിന് ഒരു മാന്യതയുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. 1ാമത്തെ പ്രതികരണം, റിജക്റ്റ് ഹാർട്ട്, പ്രതികരിക്കരുത്. മറ്റൊരു പ്രതികരണം, അന്വേഷണാത്മകമായ ഹൃദയം. കർത്താവ് സ്റ്റക്കായി നിൽക്കുന്നവനെ തൊട്ടു. സംവിധാനത്തെ കർത്താവ് പൊളിച്ചു. സിസ്റ്റത്തെ ദൈവം പൊളിച്ചു. ചരിത്രത്തെ ദൈവം പൊളിച്ചു. എന്നിട്ട് അവൻ്റെ മുമ്പിൽ ദൈവം ചിലത് തുറന്നു. എന്തൊക്കെ തുറന്നു? 1, അവൻ്റെ ഹൃദയത്തെ ദൈവം തുറന്നു. 2, അവൻ്റെ വീടിനെ ദൈവം തുറന്നു. 3, അവൻ്റെ ഭാവിയെ ദൈവം തുറന്നു. 4, അവൻ്റെ മുമ്പിൽ ഒരു നിത്യതയെ ദൈവം തുറന്നു.
ഹൃദയത്തെ തുറന്നു, പറ, വീടിനെ തുറന്നു, ഭാവിയെ തുറന്നു. അതിനപ്പുറത്ത് നിത്യ. ക്രൂശിന്റെ ശക്തി അതാ. ഏത് കൈവിടപ്പെട്ടവനും നിത്യത ഒരുക്കുന്ന സ്ഥലമാ ക്രൂശ്. മൊഴികൾ പോലും, ക്രൂശിലെ മൊഴികൾ പോലും നമ്മളോടുള്ള സന്ദേശം അല്ലേ? 5-ാമത്തെ മൊഴി എന്താ? 5-ാമത്തെ മൊഴി, ഐ ടേസ്റ്റ്, എനിക്ക് ദാഹിക്കും. ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ, സ്വകാര്യ നൊമ്പരങ്ങളുടെ മുമ്പിൽ ദാഹിക്കാത്ത മനുഷ്യരുണ്ടോ? മനുഷ്യരായ മനുഷ്യരൊക്കെ ദാഹിക്കും. ദാഹിക്കുന്ന മനുഷ്യൻ 4-ാമത്തെ മൊഴി ചോദിക്കുക, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, അങ്ങ് എന്നെ കൈവിട്ടോ? അല്ലേ ഷാജി പാസ്റ്റർ, അതല്ലേ 4-ാമത്തെ മൊഴി? അങ്ങ് എന്നെ കൈവിട്ടോ? എടാ, ആരുമില്ലാത്തവന് ദൈവം തുണയാ. ദൈവം പോലും കൈവിട്ടത്. ഏറ്റവും കൈവിടപ്പെട്ടവനാണെന്നുള്ള തോന്നലിൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ കണ്ടു ക്രൂശിൻ്റെ ചുവട്ടിൽ കൈവിടപ്പെട്ട 2 പേർ. ആരൊക്കെയാ? ഒന്ന് സ്വന്തം അമ്മ, മറ്റൊന്ന് കൂടപ്പിറപ്പ്. അയ്യോ, നൊന്തു പ്രസവിച്ച അമ്മ. നൊന്തു പ്രസവിച്ച അമ്മ അല്ലേ? എന്തോ ഒരു സംഭവം അല്ലേ? സ്വന്തം കുഞ്ഞ് ഈ ക്രൂശെ കിടന്ന് തൂങ്ങി ആടുന്നത് കാണുമ്പോൾ ഏതമ്മയുടെ ഇടനെഞ്ചിനകത്തൂടെ വാള് കയറി പോകാത്തത്? പിന്നെ കൂടപ്പിറപ്പ് ഒരു വലിയ സംഭവം കേട്ടോ. ഞാനും എൻ്റെ അനിയനും തമ്മിൽ 5 വയസ്സിൻ്റെ വ്യത്യാസമാണ്. അവന് ജോലി കിട്ടിയ ദിവസം അവനൊരു കാർഡ് എൻ്റെ കൈ കൊണ്ടു തന്നു. അവൻ്റെ ATM കാർഡാണ് ഇപ്പോഴും എൻ്റെ കയ്യിരിപ്പുണ്ട്. ഞാൻ പലതിൽ എടുത്തിയാടുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. എന്നോട് പറഞ്ഞു, എത്ര ആവശ്യമുണ്ടല്ലോ തന്നെ എടുത്തോണം. പിന്നെ ഒരു ഗുണമുണ്ട്, ഇന്ന് വരെ അവൻ്റെ കാർഡ് ഞാൻ തൊട്ടിട്ടില്ല. അവൻ്റെ കാർഡാണോ എൻ്റെ വിഷയം? എന്നെ വിളിച്ച ദൈവം ആരാ? പക്ഷേ ഈ കൂടപ്പിറപ്പെന്ന് പറയുന്നത് ഒരു സംഭവം. ഏറ്റവും കൈവിടപ്പെട്ടു നിൽക്കുന്ന കൂടപ്പിറപ്പ്. പക്ഷെ വിളിച്ചു പറഞ്ഞു, ഇതാ നിന്റെ അമ്മ, ഇതാ ഇത് നിന്റെ അമ്മയാ, ഇത് നിന്റെ മകനാ. ഇതാ ഈ കാൽവറിയുടെ പ്രത്യേകത. ഏത് കൈവിടപ്പെട്ടവനും കൂട്ടൊരുക്കുന്ന സ്ഥലവാ കാൽവറി. സ്വന്തം കൂടപ്പിറപ്പിന് കൂട്ടൊരുക്കുന്നത് കണ്ടപ്പോൾ ഒരുത്തൻ ചോദിക്കുക, എനിക്ക് കൂട്ട് കിട്ടുമോ? ഞാൻ ലേറ്റായോ? സ്വർഗം പറഞ്ഞില്ലടാ, യു ആർ നോട്ട് ലേറ്റ്. നീ താമസിച്ചിട്ടില്ല, ഞാൻ നിന്നെ ഇരുത്തും. എവിടെ ഇരുത്തും? പർദീസയിൽ. എൻ്റെ കൂടെ നിങ്ങൾ കൂടി വന്ന തിരുവല്ല വരെ ഞാൻ കൊണ്ടുപോകും. 4 പേരെ കൊണ്ടുപോകാൻ എൻ്റെ വണ്ടിയെ പറ്റും. പർദീസ എന്തോ സംഭവം. അത് 2 മിനിറ്റ് പറഞ്ഞ് നിർത്താം. 2 മിനിറ്റ്. മഹാപ്രപഞ്ചത്തിൻ്റെ വലിപ്പം ആരും കണക്കൂട്ടിയിട്ടില്ല. 93,000 ബില്യൺ പ്രകാശവർഷം വലിപ്പം അതിന് പറയുന്നത്. അതിനകത്തൊരു സൂര്യൻ നിപ്പുണ്ട്. 8,64,000 മൈൽ പ്രകാശവർഷം വലിപ്പത്തിൽ 5,500 ഡിഗ്രി സെൽഷ്യസിൽ തിളച്ചു മറിയുന്ന സൂര്യൻ. തൊട്ടപ്പുറത്ത് 3,474 മൈൽ പ്രകാശവർഷം വ്യാസമുള്ള ചന്ദ്രൻ. എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സികൾ, 1.6 ദശലക്ഷം ഫംഗസുകൾ, 10,000 ഇനം ഉറുമ്പുകൾ, 10,000 ഇനം പക്ഷികൾ, 3 ലക്ഷത്തിന് 4 ലക്ഷത്തിന് പൂച്ചെടികൾ, 4,000-നും 5,000-നും പ്രസവിക്കുന്ന ജീവികൾ. ഇതിനെയെല്ലാം ഉളവാകട്ടെന്നുള്ള ഒരൊറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ മഹാ ദൈവം. ഈ ദൈവത്തെ സേവിക്കുന്നത് ഒരഭിമാനമാണെന്ന് പറയാൻ പറ്റുന്നവരൊക്കെ. ഈ ദൈവം ഉണ്ടാക്കിയ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രം ഏതാണെന്നറിയോ? സൂര്യനാ. എത്ര ദൂരെയാണെന്നറിയാതെ നിൽക്കുന്നത്? ഭൂമിയിൽ നിന്ന് 9.5 കോടി മൈൽ അപ്പുറത്താ സൂര്യൻ നിൽക്കുന്നത്. തൊട്ടപ്പുറത്ത് എന്തോ ഉണ്ടെന്നറിയോ? പ്രോക്സിമ സെഞ്ചുറി 4.25 ദശലക്ഷം പ്രകാശവർഷം അപ്പുറത്താത് നിൽക്കുന്നത്. പിന്നെ എണ്ണമറ്റ നക്ഷത്രങ്ങൾ, മിൽക്കി വേ ഗാലക്സി, നീലാകാശം, ഇതെല്ലാം കടന്ന് നമ്മൾ പോകും യേശു വസിക്കുന്ന നാട്ടിൽ. ഞാൻ എൻ്റെ വാക്ക് 2 മിനിറ്റ് നിർത്തും. ശ്രദ്ധിച്ച് കേട്ടോണം. ഇന്ന് പ്രപഞ്ചത്തിൽ ഉണ്ടായതിൽ ഏറ്റവും സ്പീഡുള്ള വാഹനം എന്ന് പറയുന്നത് ഈ സ്പേസ് ഷട്ടിൽ എന്ന് പറയുന്ന ഒരു റോക്കറ്റാണ്. അതെന്തിനാണെന്നറിയോ? നിങ്ങൾക്കറിയാം, ഭൂമിയുടെ ഭ്രമണപഥത്തിൽ മനുഷ്യ നിർമ്മിതമായ ഒരു സംവിധാനമാണ് സ്പേസ് അല്ലേ? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ 175 മുതൽ 600 കിലോമീറ്ററിനകത്ത് മനുഷ്യൻ ചിട്ടപ്പെടുത്തിയ സംവിധാനമാണ് സ്പേസ്. ആ സ്പേസിൽ നിന്ന് 4 പേരെ ഫ്ലോറിഡയിലെ കടലിൽ ഇറക്കിയ ആ വാഹനം, അതിൻ്റെ സ്പീഡ് എത്രയാണെന്നറിയോ? 27,000 കിലോമീറ്റർ. 175 കിലോമീറ്റർ അപ്പുറത്ത് ഭ്രമണപഥത്തിൽ നിന്ന് ആ വാഹനം പോന്നിട്ട് അത് ഫ്ലോറിഡയിലെ കടലിൽ ഇറക്കാൻ എത്ര സമയം എടുത്തെന്നറിയാ? 17 മണിക്കൂർ എടുത്തു. ഈ സാധനത്തിൽ 9.5 കോടി കിലോമീറ്റർ അപ്പുറത്തുള്ള സൂര്യന് ചെല്ലണതിൽ എത്ര മണിക്കൂർ എടുക്കുന്നു നിങ്ങൾ പറ? ഈ സാധനത്തിൽ 4.25 ദശലക്ഷം പ്രകാശവർഷം വലിപ്പം അപ്പുറത്ത് നിൽക്കുന്ന ആ പ്രോക്സിമ സെഞ്ചുറി ചെല്ലാൻ, പിന്നെ നീലാകാശ, എണ്ണമറ്റ നക്ഷത്രങ്ങൾ, ഇതെല്ലാം കടന്ന് പർദീസയിലെത്താൻ ഞാൻ പൗലോസിനോട് ചോദിച്ചു, സമയമൊക്കെ എങ്ങനെയാ? അന്നേരം പുള്ളി പറഞ്ഞു, കാഹളം ധ്വനിക്കും, മരിച്ചവർ ഉറക്കെ പറ അക്ഷയരായ
അന്നേരം സ്പീഡ് പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ അങ്ങനെയാണ് നിനക്കും എനിക്കും വേണ്ടി സ്വർഗം തുറന്നു വെച്ചിരിക്കുന്ന നിത്യത എത്ര വലുതാ. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ സന്തോഷത്തോടെ ഇന്ന് രാത്രികാലം ദൈവത്തോട് പ്രതികരിക്കാൻ, ഇന്ന് രാത്രി കാഹളം തൊലിച്ചാലും ഞാൻ പറക്കുമെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ ആ കര ഉയർത്തിക്കൊണ്ട് ഒരല്പസമയം കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കും. വിശ്വാസമുള്ള ദുഷ്ടഹൃദയം ഞങ്ങളിൽ ആരിലും ഉണ്ടാകരുത്. തിരസ്കരിക്കുന്ന ഹൃദയത്തിൻ്റെ ഉടമകളായി ഞങ്ങൾ ആരും മാറരുത്. കർത്താവെ, പരിചയങ്ങളും പഴക്കങ്ങളും ഒരു കാരണവശാലും ദൈവമേ വ്യാപാരം ചെയ്യേണ്ടതിനെ മൂടി വെക്കുവാനിടയാക്കരുതേ. ദൈവം തന്നിരിക്കുന്ന നിയോഗങ്ങളെ വളരെ ബഹുമാന പുരസ്സരം ദൈവം ഏൽപ്പിച്ചതാണെന്നുള്ള തിരിച്ചറിവോട് വ്യാപാരം ചെയ്യാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ സഹായിക്കും, എല്ലാവരെയും സഹായിക്കും. നിത്യത ഞങ്ങളുടെ മുമ്പിലെ യാഥാർത്ഥ്യവ, ഒരുങ്ങാൻ എല്ലാവരെയും ഒരുക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വന്നില്ല. എല്ലാവരുടെയും കയ്യിൽ ഒരുപോലാണ് കൊടുത്തത് അല്ലേ? എല്ലാവരുടെയും കയ്യിൽ ഒരുപോലാണ് കൊടുത്തത്. ഒരുത്തൻ 10 നേടി, മറ്റവൻ 5 നേടി, മറ്റവൻ 1 നേടിയില്ല. 10 നേടിയവൻ അധികാരിയായി, 5 നേടിയവൻ മേൽവിചാരകനായി, 1 നേടാത്തവൻ ദുഷ്ടദാസനായി. പ്രതികരണങ്ങൾക്ക് വലിയ പ്രാധാന്യതയുണ്ട്. അതുകൊണ്ട് വചനത്തോട് പ്രതികരിക്കാം, മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിൽ ശക്തരായി നമുക്ക് മുന്നേറാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.